കെപിസിസി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ വലിയ തോതിലുള്ള അതൃപ്തിയും പ്രതിഷേധവുമാണ് ഉയർന്നിരിക്കുന്നത്. താഴെത്തട്ടിലുള്ള പ്രവർത്തകരെയും യൂത്ത് കോൺഗ്രസ് മുൻ ഭാരവാഹികളെയും മുതൽ പ്രമുഖ നേതാക്കളെ വരെ ഉൾക്കൊള്ളുന്നതാണ് ഈ വിയോജിപ്പ്. പെട്ടിയെടുപ്പുകാർക്ക് മാത്രം സ്ഥിരമായി സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണം യൂത്ത് കോൺഗ്രസ് മുൻ ഭാരവാഹികൾ ഉന്നയിക്കുമ്പോൾ പുനഃസംഘടനയിലെ അവഗണനയെ തുടർന്ന് പ്രമുഖ നേതാക്കൾ പരസ്യ പ്രതിഷേധങ്ങളിലേക്കും നീങ്ങിക്കഴിഞ്ഞു. പുനഃസംഘടനയിലെ കടുത്ത അവഗണനയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ഭാരവാഹികൾ പരസ്യ പ്രതിഷേധത്തിനൊരുങ്ങുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ്. ഷാഫി പറമ്പിൽ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കമ്മിറ്റിയിൽ സഹഭാരവാഹികളായിരുന്ന 26ഓളം പേർക്കാണ് പുതിയ ഭാരവാഹി പട്ടികയിൽ സ്ഥാനമില്ലാതെ പോയത്. പാർട്ടിക്ക് വേണ്ടി സജീവമായി പ്രവർത്തിക്കുകയും സമരമുഖങ്ങളിൽ മുന്നിലുണ്ടായിരിക്കുകയും ചെയ്ത തങ്ങളെ അവഗണിച്ചത് നീതികേടാണെന്ന് ഇവർ ശക്തമായി വാദിക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PY ഷാജഹാൻ ഉന്നയിച്ച വിമർശനങ്ങൾ നേതൃത്വത്തിനെതിരെയുള്ള ആഴത്തിലുള്ള പ്രതിഷേധമാണ് സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിനുള്ളിൽ ചില നേതാക്കളുടെ പെട്ടിയെടുപ്പുകാർക്ക് മാത്രമാണ് സ്ഥിരമായി സ്ഥാനങ്ങൾ ലഭിക്കുന്നത് എന്ന അദ്ദേഹത്തിന്റെ ആരോപണം പാർട്ടിയിലെ നിലവിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളെയും സ്വാധീന ശക്തികളെയും കൃത്യമായി വരച്ചു കാട്ടുന്നുണ്ട്. കേസുകളുമായി കോടതികളും പോലീസ് സ്റ്റേഷനുകളും കയറിയിറങ്ങുന്ന പാർട്ടിക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്ന പ്രവർത്തകരെ അവഗണിക്കുകയും സ്ഥാനങ്ങൾ വഹിച്ചിരുന്നവരെ തന്നെ വീണ്ടും പരിഗണിക്കുകയും ചെയ്യുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. നേതാക്കളുടെ ഗുഡ് ബുക്കിൽ കയറിയാൽ മാത്രമേ പാർട്ടിയിൽ പരിഗണിക്കപ്പെടൂ എന്ന നിലപാട് പാർട്ടി സംവിധാനത്തെ തകർക്കുമെന്നും നേതാക്കൾ പക്വത കാണിക്കണമെന്നും ഷാജഹാൻ ആവശ്യപ്പെട്ടു. പാർട്ടി വെട്ടിപ്പിടിക്കാൻ നടക്കുന്ന നേതാക്കൾ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് അറിയുന്നില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന കോൺഗ്രസിനുള്ളിലെ അധികാര വടംവലിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പരസ്പര വിശ്വാസമില്ലാത്തവരുടെ കൂട്ടായ്മയായി കോൺഗ്രസിനെ മാറ്റരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശനും പുനഃസംഘടനയിലെ അതൃപ്തി മറച്ചുവെച്ചില്ല. പാർട്ടിക്ക് വേണ്ടി ത്യാഗം സഹിച്ചവരും കേസിൽ പ്രതിയായവരുമായ നിരവധി യുവജനങ്ങളെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സാധിക്കാത്തതിൽ വിഷമമുണ്ടെന്ന അദ്ദേഹത്തിന്റെ പരസ്യ പ്രതികരണം പുനഃസംഘടനയിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പൂർണ്ണമായി പരിഗണിച്ചിട്ടില്ല എന്ന സൂചന നൽകുന്നുണ്ട്. പുനഃസംഘടനയിൽ AI ഗ്രൂപ്പുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം നേതാക്കൾക്കിടയിലും അണികൾക്കിടയിലും അതൃപ്തി നിലനിൽക്കുന്നുണ്ട്. സീനിയോറിറ്റിയും പ്രവർത്തന പാരമ്പര്യവും പരിഗണിച്ചില്ലെന്നതാണ് പ്രധാന പരാതി. ഇതിനോടൊപ്പം സമുദായ സമവാക്യങ്ങൾ പാലിച്ചില്ലെന്ന ആരോപണവും ശക്തമാണ്. സംഘടനാ തിരഞ്ഞെടുപ്പിൽ നായർ മുസ്ലിം വിഭാഗങ്ങളെ പൂർണ്ണമായും അവഗണിച്ചതായും ഒരു വിഭാഗം ആരോപണം ഉയർത്തുന്നുണ്ട്. പ്രമുഖ നേതാക്കളുടെ അതൃപ്തിയും പരസ്യ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ്. ഷാഫി പറമ്പിൽ കമ്മിറ്റിയിലെ വൈസ് പ്രസിഡന്റുമാരായിരുന്ന റിജിൽ മാങ്കൂറ്റി, റിയാസ് മുക്കോളി, NS നുസൂർ, SM ബാലു എന്നിവരെ ഒഴിവാക്കി കേസ് ശബരിനാഥിനെ മാത്രം പരിഗണിച്ചതിലുള്ള പരാതി നിലനിൽക്കുന്നുണ്ട്. KPCC ഭാരവാഹിയാകാൻ സാധ്യത കൽപ്പിച്ചിരുന്ന ചാണ്ടി ഉമ്മന്റെ അനുകൂലികളും പട്ടികയിൽ ഇടം നേടാത്തതിൽ കടുത്ത അതൃപ്തിയിലാണ്. യൂത്ത് കോൺഗ്രസ് നാഷണൽ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്തു നിന്നും 1 വർഷം മുൻപ് അപമാനിച്ച് പുറത്താക്കിയെന്ന ചാണ്ടി ഉമ്മന്റെ പ്രതികരണം വിവാദമായിരുന്നു. പുതിയ പട്ടികയിൽ ജനറൽ സെക്രട്ടറിയോ വൈസ് പ്രസിഡന്റോ ആകുമെന്ന പ്രതീക്ഷ നിലനിന്നിരുന്നു. അവഗണനയിൽ പ്രതിഷേധ സൂചകമായി KPCC മേഖലാ ജാഥയുടെ റാന്നിയിലെ സ്വീകരണ പരിപാടിയിൽ നിന്ന് ചാണ്ടി ഉമ്മൻ MLA വിട്ടുനിന്നു. തനിക്കെതിരെ പ്രധാന നേതാക്കൾ നീങ്ങുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. താൻ നിർദ്ദേശിച്ച KM ഹാരിസിനെയും അനുയായിയായ മരിയാപുരം ശ്രീകുമാറിനെയും ഭാരവാഹിത്വത്തിൽ നിന്നും ഒഴിവാക്കിയതിൽ ചാണ്ടി ഉമ്മൻ അതൃപ്തനാണ്. ഇതിനു പുറമെ K മുരളീധരനും പുനഃസംഘടനയിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. താൻ നിർദ്ദേശിച്ച വ്യക്തിയെ KPCC ജനറൽ സെക്രട്ടറി ആക്കാത്തതിലും തൃശൂർ മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെ ഭാരവാഹിയാക്കാത്തതിലുമാണ് അദ്ദേഹത്തിന്റെ വിയോജിപ്പ്. എന്നാൽ കാര്യമായ അതൃപ്തി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നുമായിരുന്നു KPCC പ്രസിഡന്റിന്റെ പ്രതികരണം. ചുരുക്കത്തിൽ താഴെത്തട്ടിലെ പ്രവർത്തന പാരമ്പര്യമുള്ള യുവ നേതാക്കളുടെ അവഗണന, ഗ്രൂപ്പ് സമുദായ സമവാക്യങ്ങളിലെ പ്രശ്നങ്ങൾ, പ്രമുഖ നേതാക്കളുടെ നോമിനികളെ തഴഞ്ഞതിലുള്ള പ്രതിഷേധം എന്നിവയെല്ലാം KPCC പുനഃസംഘടന കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറികൾക്ക് വഴിവെച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. ഇത് വരും ദിവസങ്ങളിൽ പാർട്ടിയിൽ കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കാനാണ് സാധ്യത.